ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ചുമ്മാ അങ്ങനെയൊക്കെ കുറേ നാളായല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. എന്താ പറയുക, ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു ബ്രേക്ക് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. യാ പക്ഷേ ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് എക്സ്ക്യൂസസ് ഒക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുമായിരുന്നു. അയ്യോ തിരക്കാണ്, അയ്യോ ജോലി ഉണ്ടല്ലോ, കൊച്ചുണ്ടല്ലോ, പിന്നെ വീട്ടിലെ ജോലി ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഞാൻ മുങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ആക്ച്വലി അതൊന്നും അല്ലാട്ടോ റീസൺ എന്ന് പറയുന്നത്. സമയം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അതേപോലെ തന്നെ വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതിനോട് കുറച്ചൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. സമയം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ ഞാൻ ഒരു ബ്രേക്ക് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നെൻ്റെ മുഖം തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിക്ചാറ്റ് വീഡിയോസൊക്കെ ആയിട്ട് വന്നേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ പതുക്കെ എന്താ പറയുക, യൂട്യൂബ് വീഡിയോസിലൊക്കെ ഒന്ന് എന്താ പറയുക, എൻ്റെ മുഖമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കാണിച്ച് എല്ലാവരും ഒന്ന് വെറുപ്പിച്ച് ഒക്കെ അങ്ങ് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂട്ടോ. അങ്ങനെ പിന്നെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, കുറച്ച് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജീനു ഇങ്ങനെ ഫേസ്ബുക്കിലാണെങ്കിലും ഇങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലും ഇൻസ്റ്റയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിലും കുറച്ചങ്ങ് കുറയ്ക്കുക. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, കുറേ ആൾക്കാരുടെ കണ്ണ് ഗുഡ് ഐസോട് കൂടി നോക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ബാഡ് ഐസോട് കൂടിയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമുക്കത് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളൊരു കുഴപ്പമില്ലാത്ത ലൈഫിൽ കൂടെ നമ്മൾ മാനേജ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ആൾക്കാരുടെ ഒരു ചെറിയൊരു ജലസ് ഫീലിംഗ് ആയിരിക്കാം നമ്മുടെ ലൈഫിനെ അങ്ങ് മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഒന്ന് തോന്നി, എന്താണ് പറയണത്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് തോന്നി ഞാനും കുറച്ച് ബ്രേക്ക് എടുക്കണം. കാരണം നമുക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി. എനിക്ക് കുറച്ച് ബാഡ് ടച്ച് ഉണ്ടാവണു, ബാഡ് ഐസ് എന്നിൽ ഒന്ന് ഏൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇവൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ അതിനോടൊന്നും അത്ര യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലൈഫിൽ നമ്മൾ കുറച്ച് ഇൻസ്റ്റൻസ് ഉണ്ടാവുമ്പോഴല്ലേ നമ്മളത് പഠിക്കുന്നത്. അതേപോലെ തന്നെ എനിക്കും പഠിക്കാനുള്ള കുറച്ച് നമ്മൾ പറയില്ലേ, നമ്മൾ കുഞ്ഞു കൊച്ചായിട്ടിരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് പഠിക്കുക, സ്കൂളിൽ പോവുക, കളിക്കുക, തിരിച്ച് വരിക. ജോലി കിട്ടിക്കഴിയുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ആകും. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ആകും. പിന്നെ കൊച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ആകും. അപ്പം നമ്മൾ ഓരോ സ്റ്റേജിൽ കൂടെ വളർന്നു പോകുമ്പോൾ നമുക്ക് പല അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കാം നമുക്കൊരു ചെറിയൊരു ബാക്ക് ബിച്ച് നമുക്ക് തരുന്നത്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, എൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ട് അതല്ലെങ്കിൽ എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരെയും എൻ്റെ മനസ്സിൽ എന്താണോ അതിൻ്റെ മുഖത്ത് കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേറെ പുറമേ വേറെ അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താണോ അതാണ് എൻ്റെ മുഖത്തെ കൂടി എക്സ്പ്രസ് ആവുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ പറയുക, ഞാനും വിചാരിക്കുന്നത് എന്താ, ബാക്കിയുള്ളവരും എൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കും, എൻ്റെ അടുത്ത് അവരുടെ മനസ്സിലുള്ളതായിരിക്കും അവർ പുറത്ത് കാണിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആൾക്കാരെല്ലാം എന്താ പറയുക, ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ആൾക്കാരും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇപ്പം കുറച്ച് ആൾക്കാർ എൻ്റെ ഇമോഷനെയും എൻ്റെ ഫീലിങ്സിനെയും യൂട്ടിലൈസ് ചെയ്ത് അങ്ങ് ബിഹേവ് ചെയ്യുന്നു. അങ്ങനെയെല്ലാം എനിക്ക് ചെറുതായിട്ട് ഫീലിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഒന്ന് ബാക്കിലേട്ടൊന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയ സംഗതി കിട്ടിയെന്നൊന്നും അല്ല പറയുന്നത്. ഒരു ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ നമ്മൾ ഒരു ചാൻസേ കൊടുക്കാവുള്ളൂ, അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കും. നമ്മൾ ഓർത്തു ഓക്കെ, അവർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ടൈം അവർ നമ്മളുടെ അടുത്ത് അങ്ങനെ കാണിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദാറ്റ് ഇസ് റോങ്, ടോട്ടലി റോങ്. ഓക്കെ, ഒരിക്കൽ നമുക്ക് ബാക്ക് ബിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അവർ നെക്സ്റ്റ് ടൈം നമുക്ക് ബാക്ക് ബിച്ച് തരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ആ പേഴ്സൺ അത് തന്നിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും ഓക്കെ ഫൈൻ, അതെൻ്റെ ഫ്രണ്ടല്ലേ, അതെൻ്റെ ഫാമിലി മെമ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞ ലെവലിലായിരിക്കാം ഞാൻ പോകുന്നത്. പക്ഷേ നമുക്ക് 1 അടി കിട്ടും, 2 അടി കിട്ടും, 3 അടി കിട്ടും. എന്നിട്ട് നമ്മൾ പഠിക്കാത്ത ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു വേസ്റ്റ് ആണെന്ന് നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണെന്നോ അങ്ങനെയൊന്നും അല്ലോട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ കുറേ ആൾക്കാരുടെ ഇങ്ങനെ സ്റ്റോറീസും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ട്രൂ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു 1 ചാൻസ് കൊടുക്കുന്നു, 2nd ചാൻസ് കൊടുക്കുന്നു, 3rd ചാൻസ് കൊടുക്കുന്നു. ഹേ മാൻ, സ്റ്റിൽ ഐ ആം
ഗോയിങ് ഇൻ ടു ദ പിറ്റ്. ദേ ആർ ത്രോയിങ് ഇൻ ടു ദ പിറ്റ്. അപ്പം എനിക്ക് തോന്നി ദാറ്റ് ഈസ് വെരി റോങ്. ഓക്കെ. പിന്നെ ചിലർ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നില്ല, വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോസിലൂടെ എന്നെ അങ്ങ് അനലൈസ് ചെയ്യും. ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയി. ആക്ച്വലി നമ്മൾ ഈ എബ്രോഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ എബ്രോഡ് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന്. ഈ നാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും അറിയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ വീഡിയോ അല്ലെങ്കിൽ ഒരു 10 ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങ് അനലൈസ് ചെയ്യാണ്, ജീന് ഭയങ്കര പോഷ് ലൈഫാണ് അങ്ങ് ആഘോഷിക്കുന്നത്. ആക്ച്വലി അതല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ സ്ട്രെസ് അടിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിൽ നമ്മളൊന്ന് വെളിയിൽ പോകുമായിരിക്കും. ആ ഫോട്ടോ ആയിരിക്കും ആൾക്കാർ കാണുന്നത്. പക്ഷേ ആ 3 മാസം എത്രമാത്രം നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് നമ്മൾ മാനേജ് ചെയ്തതെന്ന് ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. ആ ഫോട്ടോയിലൂടെ ആൾക്കാർ അനലൈസ് ചെയ്യുന്നു, ജീനു കണ്ടില്ലേ, ജീനു അത്രമാത്രം നല്ല സൂപ്പർ ലൈഫ് കണ്ടില്ല, അവൾ അവിടെ കറങ്ങാൻ പോകുന്നു, അവൾ ഇവിടെ കറങ്ങാൻ പോകുന്നു, കണ്ടില്ലേ അവൾ അങ്ങനെ വാങ്ങിച്ചു, അവൾ ഇങ്ങനെ വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ പുറകിൽ എന്തൊക്കെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എത്രയൊക്കെ തരണം ചെയ്തിട്ടാണ് അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കില്ല. അവർ ആ ഫോട്ടോയിലൂടെയും ആ ഒരു വീഡിയോയിലൂടെയാണ് അനലൈസ് മൊത്തം ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്തുകൂടാ, അവർക്ക് എന്തുകൊണ്ട് നാട്ടിൽ വന്നുകൂടാ, അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അവർക്ക് ചെയ്തുകൂടാ, ഇവർക്ക് ചെയ്തുകൂടാ എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒന്ന് സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു 10 രൂപയുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ 1000 രൂപയുടെ ചിലവുണ്ടാക്കിയിട്ട് കറങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. 10 രൂപയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 5 രൂപയിൽ നിർത്താൻ പറ്റുന്ന ഒരു ചിലവിലാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത്, അല്ലേ? അതല്ലാതെ 10 രൂപയുണ്ടെങ്കിൽ 1000 രൂപയ്ക്കുള്ള ചിലവിനനുസരിച്ച് ജീവിക്കാനും അതേപോലെ അങ്ങനെ കറങ്ങാനും ഞാൻ അത്രയും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഇല്ല എൻ്റെ ബ്രെയിനിൽ. 10 രൂപയുണ്ടെങ്കിൽ അതിൽ സ്ട്രെസ് അടിച്ചിരിക്കുകയാണ്, ഒരു ചേഞ്ച് വേണമെങ്കിൽ ഒരു 5 രൂപയ്ക്ക് അല്ലെങ്കിൽ 4 രൂപയ്ക്ക് കറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ കുഴപ്പമൊന്നുമില്ല, നോർമൽ ലൈഫിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ആ 5 രൂപയുടെ യാത്രയും 5 രൂപയുടെ പോർഷൻ ലൈഫും ഞാൻ അങ്ങ് ഒഴിവാക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. ഓക്കെ. അപ്പം പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ കൊണ്ടാണ്. കാരണം ആൾക്കാർ അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, എല്ലാ മനുഷ്യരെയും നമുക്ക് നമ്മുടെ ഹാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഹേർട്ടാവുന്ന പല സിനാരിയോസ് ആണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈഫിലാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ അനലൈസ് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആണ്. മീൻസ് അബ്രോഡാണ്, അവർ ഭയങ്കര കോടീശ്വരരാണ്. ദാറ്റ് ഈസ് നോട്ട് അതല്ല അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ആക്ച്വലി റിയാലിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെയും ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർ മാത്രമാണ്. കാരണം നമുക്ക് എന്ത് സന്തോഷമല്ലേ, നമുക്ക് ഒരു കല്യാണം വരുന്നില്ല, മാമൂസ വരുന്നില്ല, നമുക്കൊരു എന്താ പറയുക ഒന്നും വരുന്നില്ല. നാട്ടിലെ ആൾക്കാരൊന്നും നോയമ്പില്ലാത്ത മാസങ്ങളിലെല്ലാം തന്നെ എന്താ സംഭവം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ പള്ളി പോയാൽ പോയി എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ ജോലിയുടെ ഷെഡ്യൂൾ കാരണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എന്താ പറയുക, അപ്പം ആൾക്കാർ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കില്ല. ആൾക്കാർ ചിന്തിക്കുമ്പോൾ പിന്നെ വേറൊരു ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു കുഞ്ഞു കൊച്ചായിരിക്കുമ്പോൾ എൻ്റെ രീതി ആയിരിക്കുകയല്ല ഞാൻ കുറച്ചും കൂടെ വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന രീതി എന്ന് പറയുന്നത്. കുറച്ചും കൂടെ വളർന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന രീതിയല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന രീതി എന്ന് പറയുന്നത്. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉള്ള രീതി അല്ല ഞാൻ കല്യാണം കഴിയുമ്പോൾ ഉള്ള എൻ്റെ രീതി. കല്യാണം കഴിയുമ്പോഴുള്ള രീതിയല്ല ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോഴുള്ള രീതി. അത് കഴിയുമ്പോൾ അടുത്ത കൊച്ചുണ്ടാകുമ്പോൾ വേറെ രീതികൾ. അപ്പോൾ അതിനനുസരിച്ചും ആൾക്കാർ മാറും. പക്ഷേ ചില ആൾക്കാർ ഞാൻ കേട്ടതാണ്, എന്തെന്നാ കുറേ വീഡിയോസ് ഞാൻ കണ്ട കേട്ടോ, എന്തെന്നാ അവൾ കണ്ടില്ലേ, അവൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ജാടയാണ്, മറ്റതാണ് മറിച്ചാണ്. എന്ത് ജാട? ആ ജോലിയുടെ സ്ട്രെസ് എന്താണെന്ന് ആരും വന്നിട്ട് നോക്കി അറിയുന്നില്ലല്ലോ. അവൾക്കല്ലേ അറിയുള്ളൂ, അല്ല അവനല്ലേ അറിയുള്ളൂ. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെസ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അവളുടെ ലൈഫിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നത്, എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നും മനസ്സിലാക്കുന്നില്ല. പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് വായി തോന്നുന്നത് എന്ത് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടിരിക്കാം. അതേപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആരും സഹായിക്കാനുണ്ടാവില്ലായിരിക്കും, ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അങ്ങനെ അപ്പം എങ്ങനെയൊക്കെയോ അപ്പോൾ ആൾക്കാരുടെ രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ആൾക്കാർ പല രീതിയിൽ അനലൈസ് ചെയ്യും. അവളുടെ വയറിനെ വെച്ച് അനലൈസ് ചെയ്യും, അവളുടെ ഛർദീനെ വെച്ച് അനലൈസ് ചെയ്യും, പല രീതിയിൽ കൂടെ ഫേസിൽ കൂടെ അനലൈസ് ചെയ്യും, അങ്ങനെ ക്ഷീണത്തെ വെച്ചിട്ട് അനലൈസ് ചെയ്യും. അങ്ങനെ പല ഡ്രാമാസും അതേപോലെ സ്റ്റോറീസും ക്രിയേറ്റ് ചെയ്യും. കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചിനെ വെച്ചിട്ട് അനലൈസ് ചെയ്യും. എന്നാൽ ആ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്താണ്, അന്ന് ആ പെണ്ണിന് കുറച്ച് സന്തോഷം കൊടുത്തേക്കാമെന്ന് വിചാരിക്കും, അതുമില്ല. എന്നാൽ കൊച്ചിനെ വെച്ചിട്ട് അങ്ങ് അനലൈസ് ചെയ്യും. പെട്ടെന്ന് തന്നെ കൊച്ചിനെ കാണുമ്പോഴത്തേക്കും പറയാം, ഇത് അപ്പൻ്റെ രീതിയാണ്, പെണ്ണിൻ്റെ രീതിയാണ്, അമ്മയുടെ രീതിയാണ് എന്ന് പറഞ്ഞിട്ട് അനലൈസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ബാക്കിൽ കൂടെ കിടക്കുന്ന വേദനകളും അതേപോലെ തന്നെ കരച്ചിലുകളും ആരെങ്കിലും അറിയുന്നുണ്ടോ? ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കാം.
പക്ഷേ അത് കേൾക്കുന്ന ആൾക്കാരുടെ ഹാർട്ട് എത്രമാത്രം ബ്രേക്ക് ആവുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. അന്ന് ആ കൊച്ചു കുറച്ചങ്ങ് വലുതായി കഴിയുമ്പോഴത്തേക്കും കൊച്ചു കണ്ടില്ലേ തിന്നുന്ന രീതി കണ്ടില്ലേ, ആ കൊച്ചു കണ്ടില്ലേ നടക്കുന്ന രീതി കണ്ടില്ലേ, അതിൻ്റെ തള്ളേനെ പോലെ തന്നെയുണ്ട്, അതിൻ്റെ തന്തേനെ പോലെ തന്നെയുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയില്ലാതെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, ഞാൻ അടക്കമുള്ള ആൾക്കാർ തന്നെ. പക്ഷേ അതിനെ പ്രസവിച്ച തള്ളയുടെ വേദന എന്താണെന്നും അതിനെ നോക്കുന്ന അതിൻ്റെ അപ്പൻ്റെ വേദന എന്താണെന്നും ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ ഇഷ്ടംപോലെ എന്താ പറയുക, ഇപ്പം ഒരു പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ അബ്രോഡുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ആരുമില്ല. അവർ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. റെൻ്റ് അടയ്ക്കണം, വീട്ടിലെ ചിലവ് നടത്തണം, ഇലക്ട്രിസിറ്റി അടയ്ക്കണം, പവർ അടയ്ക്കണം, അതടയ്ക്കണം, ഇതടയ്ക്കണം, മറ്റതടയ്ക്കണം, മറിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഓടിക്കിടന്ന പായാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പുറകിൽ കിടന്ന് കമൻ്റ് അടിക്കുന്നതും അതേപോലെ തന്നെ ഫോണിൽ കിടന്ന് വിളിച്ച് പറയുമ്പോഴും അവരുടെ മാനസിക നില എന്ന് പറയുന്നത് എല്ലാ നേരവും ഒരേപോലെ ആയിരിക്കുകയില്ല. പിന്നെ ഒരിക്കലും ഒരു അപ്പൻ്റെ മാനസിക നില ആയിരിക്കുകയില്ല ഒരു അമ്മയുടെ മാനസിക നില എന്ന് പറയുന്നത്. അപ്പന് ചിലപ്പോൾ അത് ഡൈജസ്റ്റ് ആയിരിക്കാം, പക്ഷെ അമ്മയ്ക്ക് ഒരിക്കലും അത് ഡൈജസ്റ്റ് ആവില്ല. ദ റീസൺ വൈ ഇസ് ദാറ്റ് അവൾ 9 മാസം അല്ലെങ്കിൽ 10 മാസം ചുമന്ന് അതിനെ പ്രസവിച്ച് ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഉറക്കവും ഇല്ല, ഭക്ഷണവും ഇല്ല, എന്താ പറയുക, ഒന്ന് ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോൾ ആ മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദനയും എല്ലാത്തിനും ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള വേദനയും ഒക്കെ അനുഭവിച്ച വ്യക്തികൾക്ക് പല കാര്യങ്ങളും അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ആൾക്കാർ പല രീതിയിൽ അങ്ങ് അനലൈസ് ചെയ്യും. അപ്പം എന്താ പറയുക, ഇങ്ങനെ ഓരോന്നും ഇപ്പം ഞാൻ എൻ്റെ ലൈഫിന് മാത്രമല്ല കേട്ടോ ഞാൻ വെച്ച് പറയുന്നത്. എൻ്റെ ലൈഫിലും എൻ്റെ ഇതിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, കാരണം ഞാനൊരു ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് others think about me, but I am an active person എന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഐ ആം നോട്ട് ടെല്ലിങ് ദാറ്റ് ഐ ആം വെരി ഇൻ്റലിജൻറ്റ്, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതിയിൽ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഐ ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഡു ഹിയർ. എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, കുട്ടീനെ നോക്കാനുണ്ട്, ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, കിച്ചണിലെ കാര്യം ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് എനിക്കൊരിക്കലും ഒരു ഡിപ്രഷൻ, ഓക്കെ, ഒരു ട്രോമയിലേക്ക് ഞാൻ പോവില്ല എന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പേഴ്സണലി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി ഹാപ്പൻഡ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞ് സെയിം ഡേ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായി. ഞാൻ ഏത് ഡിപ്രഷനിലാണ്, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ കടന്നു പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പേഴ്സണലി എനിക്ക് തന്നെ അറിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹൗ ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ ഐ സീ. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, പക്ഷേ എന്നെക്കാളും കുറേ ട്രോമയും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടാകും. ദാറ്റ് ഈസ് എ നോർമൽ തിങ്. ഓക്കെ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ തിങ് ആണ്. പക്ഷേ ഒരു പ്രസവിച്ച ഒരു അമ്മയ്ക്ക്, ഇപ്പം ഞാനൊരു കുട്ടീനെ പ്രസവിച്ചു, സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യില്ല, ഞാനിപ്പോൾ വേറൊരു കുട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ കുട്ടി എനിക്കറിയാം എത്രമാത്രം, ഞാൻ ചാവുന്നത് വരെ എനിക്കറിയാം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചത് എന്താണെന്നും ഞാൻ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനുഭവിച്ചത് എന്താണെന്നും പേഴ്സണലി ഐ നോ അബൌട്ട് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചു വലുതായി അവനൊരു കല്യാണം കഴിച്ച് അവളുടെ അടുത്ത് ഞാൻ ഒരിക്കലും ബിഹേവ് ചെയ്യില്ല. അതല്ല എങ്കിൽ ഇപ്പം വേറൊരാളാണെങ്കിൽ പോലും, ഇപ്പം നെയ്ബർ ആണെങ്കിൽ പോലും ഞാൻ ബിഹേവ് ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോ ദ പെയിൻ വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ എന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടീനെ മനസ്സിലാക്കാൻ പറ്റും, കാരണം ഞാൻ അത് അനുഭവിച്ചതാണ്. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റായിട്ട് ന്യൂസിലൻഡിൽ വന്നു, എനിക്കറിയാം സ്റ്റുഡൻറ്റ് അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ ഇവിടെ ഏത് സ്റ്റുഡൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ പോലും എനിക്കറിയാം അവർ എത്രമാത്രം സ്ട്രഗിളിൽ കൂടിയാണ് ഫേസ് ചെയ്ത് പോകുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അതിനനുസരിച്ച് ഞാൻ ബിഹേവ് ചെയ്യത്തുള്ളൂ. പക്ഷേ പല അമ്മമാരും പ്രസവിച്ച് മക്കളുള്ള അമ്മമാർ പോലും ഇങ്ങനെ എന്താ പറയുക, ഒരു കണ്ണിച്ചോരയില്ലാതെ ബാക്കിയുള്ളവരോട്, ഈ പുതിയ അമ്മമാരോട്, ഇപ്പം രണ്ടാമത് ഒരു കൊച്ചിനെ പ്രസവിക്കുന്ന പോലെയല്ല, ആദ്യമേ ഒന്നും അറിയില്ലാത്ത മനുഷ്യർ പ്രസവിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത്. അപ്പോൾ അവരുടെ അടുത്ത് ഒരു നൈസറായിട്ട്, ഒരു എന്താ പറയുക, ഒരു ഇതായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയില്ലായ്മയില്ലല്ലോ അല്ലേ. പക്ഷെ അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലാത്ത, ഐ ഡോണ്ട് നോ ഹൗ ഷീ ബിക്കം എ മോം, ഐ ഡോണ്ട് നോ. ഓക്കെ, ഇനി ഹൗ. അപ്പം ഇതൊക്കെയാണ് എനിക്കുണ്ടായൊരു എന്താ പറയുക, എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്ത് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ വെള്ളത്തിൽ കൊണ്ടാ മുക്കാൻ പറ്റുമോ, ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ടാ മുക്കാൻ പറ്റുമോ, അതിൻ്റെ കാലെന്താ ഇങ്ങനെ, അയ്യോ അതെന്താ ഡ്രസ്സ് ഇടുമ്പോൾ കാൽ ഇങ്ങോട്ട് കയറ്റണത്, അങ്ങനെ ഓരോന്നും കണ്ടില്ലേ, അങ്ങനെ ഓരോ കമൻറ്റും എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഹാർട്ട് ബ്രേക്കിംഗ് ട്രൂലി. പക്ഷേ ഞാൻ പറയാലോ, ഇങ്ങനെയൊക്കെ ഓരോ സ്ട്രഗിളിൽ കൂടെ നമ്മൾ ഫേസ് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് ഈസ് റിയലി ഗുഡ് ആസ് വെൽ. ഐ മീൻ ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് ഇറ്റ് ഈസ് വെരി ബാഡ്, ഓപ്പോസിറ്റ് സൈഡ് ഇറ്റ് ഈസ് വെരി ഗുഡ്. ദ റീസൺ വൈ നമുക്ക് കുറച്ചും കൂടി ബോൾഡ് ആവാൻ പറ്റും, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവാൻ പറ്റും, കുറച്ചും കൂടിയിട്ട് നമുക്ക് വേൾഡിനെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവൾ കുറച്ചും കൂടി മെച്യൂർ ആവും,
അപ്പോൾ ആ മെച്യൂർ ലെവലിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ആൾക്കാർ അടുത്തൊരു കമൻ്റ് അടിക്കും, കണ്ടില്ലേ അവൾക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് അഹങ്കാരം, കണ്ടില്ലേ അവന് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ അവന് അഹങ്കാരം, കണ്ടില്ലേ ഇപ്പം അവന് ആരും വേണ്ട അവന്. പക്ഷേ അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് പോയില്ല ഇന്ത്യയിൽ ഒരു സമാധാന വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആർക്കും അതിന് നേരമില്ല. പക്ഷേ കമൻറ്റ് പറയാനും ഭയങ്കര ജലസായിട്ട് ബിഹേവ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ബാക്ക് ബിച്ച് തരാനും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ സമയങ്ങളുണ്ട് അല്ലേ. ആർക്കും ഒരു കൈത്താങ്ങലായിട്ട് ഒരാൾക്ക് പോലും നിൽക്കാൻ ആർക്കും പറ്റില്ല. ദാറ്റ് ഈസ് എ ട്രൂ തിങ്. അതിൻ്റെ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്, ഐ എം സോ സോറി. ബട്ട് എനിക്ക് തോന്നി ഇത് പറയണമെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു, ഫസ്റ്റ് ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ റൗണ്ടിൽ നടക്കുന്ന ആൾക്കാരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു പുതിയൊരു അമ്മമാർക്കാണെങ്കിലും പുതിയൊരു കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കാണെങ്കിലും കല്യാണം കഴിഞ്ഞ ചെറുക്കന്മാർക്കാണെങ്കിലും അതല്ല എങ്കിലും ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിലും ഒന്നും ഇങ്ങനെയൊരു അനുഭവങ്ങൾ വരാതിരിക്കാൻ, മീൻസ് ആൾക്കാർ കുറച്ചും കൂടി കുറിച്ച് ഒന്ന് എന്താ പറയുക, കുറച്ച് ജഡ്ജ്മെൻറ്റ് കുറച്ചിട്ട് അവർ ആ സ്ഥാനത്തായാൽ അവർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊന്ന് ചിന്തിക്കുക. ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് അങ്ങ് നിർത്തുക. വേറെ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ ഇഷ്ടംപോലെ ഈസിയാണ്. കണ്ടില്ലേ അവളുടെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് അവൾ വന്നില്ല, അവളുടെ അപ്പന് വയ്യാണ്ടായിട്ട് അവൾ വന്നില്ല, അവളുടെ ചേച്ചിക്ക് അങ്ങനെയായിട്ട് അവൾ വന്നില്ല, അവളുടെ കൊച്ചിന് ഇങ്ങനെയായിട്ട് അവൾ ജോലിക്ക് പോയി. പക്ഷേ നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവരുടെ ഒരു കാര്യങ്ങളും അറിയില്ല, ഒന്നും അറിയില്ല, ജഡ്ജ്മെന്റ് നടത്താൻ ഈസിയാണ്. ദാറ്റ് ഈസ് വെരി ഈസി ഫോർ എവറി പീപ്പിൾ. ബട്ട് നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങളെ തന്നെ അങ്ങ് കണക്ക് കൂട്ടുക, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്തായിരിക്കും നിങ്ങളുടെ ഇതെന്നുള്ള കാര്യം. അതല്ലാതെ ഇങ്ങനെ കിടന്ന് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയാനും അതേപോലെ ഇത് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ഈസിയാണ്. കണ്ടില്ലേ അവൾ അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ കഴിച്ചിട്ട് അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഹീ മാൻ, അത് കുഞ്ഞു കൊച്ചുങ്ങളായിരിക്കാം. കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ദേ വിൽ തിങ്ക് ലൈക്ക് ദാറ്റ്, ദേ വിൽ ഡു ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഓക്കെ, യാ ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, സോ ബട്ട് ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതാണെങ്കിലും ഇപ്പം കണ്ടിട്ട് ആൾക്കാർ ഇനിയിപ്പോൾ പല ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഐ തിങ്ക് ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. നേരത്തെ എനിക്ക് അത്ര ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടും, ഞാൻ കിടന്ന് കരയും, ഞാൻ ഡിപ്രസ്ഡ് ആകും, ഞാൻ ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ ഞാൻ എന്താ പറയുക, അതായിരുന്നു ചിലപ്പം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ്. ബട്ട് ഐ തിങ്ക് നൗ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് ബിക്കോസ് ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് അത് ഓരോ പുതിയ ഉണർവാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ, തരുന്നത്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. It's okay, but if you want to, you can judge me. I don't care anyway. Okay, but എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണമെന്ന് തോന്നി. Yeah, I know this is a social media. This is not a good platform to share all the details, but this is not only my thing. Okay, what I share, it's not only my thing. It's so many people are facing the same thing. Okay, so many people are struggling. So I think it's better to share something. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു കണ്ണിനൊരു ഒരു കണ്ണൊക്കെ തുറന്നൊന്ന് നോക്കാൻ തോന്നിയാലോ. ദാറ്റ് ഈസ് വെരി ഗുഡ്. യാ, ദാറ്റ്സ് വൈ. അപ്പോൾ പ്ലീസ് ഡോണ്ട് ജഡ്ജ് എനി വൺ. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മെനി ഡ്രാമാസ്. ഈസിയാണ് ഡ്രാമാസ് ഉണ്ടാക്കാൻ, ഈസിയാണ്. ബട്ട് ഡ്രാമ ഫിനിഷ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, യാ, ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. ഞാനിനി വേറെ എന്തെങ്കിലുമൊക്കെ ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഹോപ്പ്ഫുള്ളി നോ വൺ ജഡ്ജ് മീ ഫ്രം ദിസ് വീഡിയോ. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി മദർഹുഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി മെച്യൂർ ആയെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിനെ മറന്നിട്ടില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മറന്നിട്ടില്ല, ഞാൻ എൻ്റെ സറൗണ്ടിങ്സിനെ മറന്നിട്ടില്ല, ഞാൻ എൻ്റെ ജോബ് പ്ലേസിനെ മറന്നിട്ടില്ല, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഐ ആം എ ട്രൂ ജീനു. ഓക്കെ, റിയൽ ജീനു ആണ്. എനിക്കങ്ങനെ ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്യാനും താല്പര്യമില്ല. എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് വേറെ പുറമേ ഉള്ളത് വേറെ എന്നൊന്നും ബിഹേവ് ചെയ്യാനുള്ളൊരു ദൈവം എനിക്ക് അങ്ങനത്തെ ഒരു വരദാനം തന്നിട്ടില്ല. എനിക്ക് പുതിയതായിട്ട് എനിക്ക് റിക്രിയേറ്റ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, വാട്ട് ഐ ആം, ദാറ്റ്സ് I'm showing in front of you guys. Okay, അപ്പം അത്രയൊക്കെ തന്നെ. Thank you so much for watching me. Okay, thank you so much guys. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ ബൈ ബൈ, ലവ് യു ലോഡ്സ്, ബൈ.